പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം. കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ആശയങ്ങൾ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് നോളജ്, കൺസെപ്റ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഫ്രം എ സോഴ്സ് ടു എ ടാർഗറ്റ് ഓഡിയൻസ് ത്രൂ എ ചാനൽ. The term originates from the Latin word communicare, which means to share, impart, or convey. Experts such as Ban and Hawkins define it as the process of sending and receiving messages for mutual understanding. Joseph A. DeVito expands this by saying communication includes sending and receiving signals influenced by noise, with a context and often includes feedback. A conversation is a good example, but is the speaker is the source, the listener is the audience, and spoken words act as the channel. ആശയവിനിമയം എന്നത് അറിവ്, ആശയങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ ഒരു സ്രോതസ്സിൽ നിന്ന് ലക്ഷ്യസമൂഹത്തിലേക്ക് ഒരു ചാനൽ വഴിയാണ് കൈമാറുന്നത്. കമ്മ്യൂണിക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. അതിൻ്റെ അർത്ഥം പങ്കുവെക്കുക, കൈമാറുക, അറിയിക്കുക എന്നിങ്ങനെയാണ്. ബാൻ, ഹോക്കിൻസ് എന്നിവരുൾപ്പെടെയുള്ള വിദഗ്ധർ പരസ്പര ധാരണയ്ക്കായി സന്ദേശങ്ങൾ കൈമാറുന്നും സ്വീകരിക്കുന്നതും ചെയ്യുന്ന പ്രക്രിയയാണ് ഇതിനെ കാണുന്നത്. ജോസഫ് എ. ഡെവിറ്റോയുടെ അഭിപ്രായത്തിൽ ആശയവിനിമയം എന്നത് ശബ്ദം പോലെയുള്ള ബാഹ്യഘടകങ്ങൾ, നോയ്സ്, ബാധിക്കുന്ന സാഹചര്യത്തിൽ സിഗ്നലുകൾ അയക്കുന്നതും സ്വീകരിക്കുന്നതും ഉൾപ്പെടുന്ന പ്രക്രിയയാണ്. ഇത് ഫീഡ്ബാക്ക് ഉൾക്കൊള്ളുന്നതുമാണ്. ഒരു സംഭാഷണം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. സംസാരിക്കുന്നയാളാണ് സ്രോതസ്സും കേൾക്കുന്നയാളാണ് പ്രേക്ഷകരും. സംസാരിച്ച വാക്കുകളാണ് ചാനൽ. ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻസുകളാണ്. കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ മെനി വേയ്സ്. ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഡിഫൈൻസ് it as exchanging information through speaking, writing, or other mediums. John Adair emphasized the ability to connect with others and be understood. William Newman and Charles Sumner describe it as exchanging ideas, facts, opinions, or emotions between two or more people. Lewis A. Allen calls it a bridge of meaning involving telling, listening, and understanding. Peter Little sees communication as a process of transmitting information to receive a meaningful response. ആശയവിനിമയത്തിന് നിരവധി നിർവചനങ്ങളുണ്ട്. ഓക്സ്ഫോർഡ് നിഘണ്ടു പറയുന്നത് സംസാരത്തിലൂടെയും എഴുത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും വിവരങ്ങൾ കൈമാറുകയാണ് ആശയവിനിമയം. ജോൺ അഡയർ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും മനസ്സിലാക്കപ്പെടാനുമുള്ള കഴിവിനെയാണ് പ്രധാനമാക്കുന്നത്. വില്യം ന്യൂമാനും ചാൾസ് സമ്മനറും ഇതിനെ രണ്ടോ അതിലധികമോ ആൾക്കിടയിലെ ആശയങ്ങൾ, വാസ്തവങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവയുടെ കൈമാറ്റമായി കാണുന്നു. ലൂയിസ് എ. അലൻ ആശയവിനിമയത്തെ അർത്ഥത്തിൻ്റെ പാലം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നു. ഇതിൽ പറയലും കേൾക്കലും മനസ്സിലാക്കലും ഉൾപ്പെടുന്നു. പീറ്റർ ലിറ്റിൽ ആശയവിനിമയത്തെ ഒരാളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രതികരണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വിവര കൈമാറ്റ പ്രക്രിയയായി കാണുന്നു. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ സവിശേഷതകൾ. സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്: ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ആൻഡ് ലോജിക്കൽ പ്രോസസ്, ഓൺലി എഫക്റ്റീവ് വെൻ ദ റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് ദ മെസ്സേജ്. It is generally a two-way process requiring feedback from the recipient. Every communication aims for a specific response. For example, an employee following a manager's instructions. It involves at least two individuals, a sender and a receiver. It is circular in nature, beginning with the sender's message and ending with the receiver's response. ആശയവിനിമയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ചുവടെ കാണാം. ഇത് സമഗ്രവും യുക്തിയുക്തമായ ഒരു പ്രക്രിയയാണ്. സന്ദേശം സ്വീകർത്താവിന് മനസ്സിലാകുമ്പോഴാണ് ഇത് ഫലപ്രദമാകുന്നത്. ഇത് സാധാരണയായി ഒരു ദ്വിമുഖ പ്രക്രിയയാണ്. ഫീഡ്ബാക്ക് ആവശ്യമാണ്. ഓരോ ആശയവിനിമയത്തിനും ഉദ്ദേശിച്ചൊരു പ്രതികരണമാണ് ലക്ഷ്യം. ഉദാഹരണത്തിന്, ഒരു ജീവനക്കാരൻ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത്.
കുറഞ്ഞത് 2 വ്യക്തികൾ, അയച്ചയാൾ സ്വീകരിക്കുന്നയാൾ ആവശ്യമാണ്. ഇതൊരു ചാക്രിക പ്രക്രിയയാണ്. സന്ദേശം അയച്ചയാളിൽ നിന്ന് ആരംഭിച്ച് സ്വീകരിക്കുന്നയാളുടെ പ്രതികരണത്തിൽ അവസാനിക്കുന്നു. അടുത്ത ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സെർവ്സ് ദ 3 മെയിൻ ഫങ്ഷൻസ്. To inform, providing data or knowledge through verbal and non-verbal methods like writing, speaking, gestures, etc. To persuade, convincing others to accept ideas or take action using logical and emotional appeal. To motivate, encouraging people by providing clarity on goals, expectations, and recognizing good performance. ആശയവിനിമയത്തിന് 3 പ്രധാന ധർമ്മങ്ങളുണ്ട്. വിവരങ്ങൾ നൽകുക, എഴുതൽ, സംസാരിക്കൽ, ശരീരഭാഷ, ആംഗ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് അറിവ് കൈമാറുന്നു. വിവരങ്ങൾ നൽകുക, അതിൻ്റെ എഴുതൽ, സംസാരിക്കൽ, ശരീരഭാഷ, ആംഗ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് കൈമാറുന്നത്. അടുത്ത പ്രേരിപ്പിക്കുക, സാധുവായ വാദങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഒരു ആശയം സ്വീകരിക്കാനോ പ്രവർത്തിക്കാനോ പ്രേരിപ്പിക്കുന്നു. പ്രചോദിപ്പിക്കുക, വ്യക്തമായ ലക്ഷ്യങ്ങളും തിരിച്ചറിയലും വഴി ആളുകളിൽ ഉത്സാഹം ഉണർത്തുന്നു. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഗൈഡഡ് ബൈ ദ ഫോളോവിങ് പ്രിൻസിപ്പിൾസ്. Understanding, message must be clear and based on a shared context. Attention, message should capture the listener's focus. Brevity, keep messages short and to the point. Timeliness, share information at the right time. Appropriate tense, content should be logical and social acceptable. Feedback, ensure a response from the recipient from improvement and clarity. ഫലപ്രദമായ ആശയവിനിമയത്തിനുള്ള തത്വങ്ങൾ ഇവയാണ്. മനസ്സിലാക്കൽ, സന്ദേശം വ്യക്തവും പൊതുവായ രീതിയിലുമാകണം. ശ്രദ്ധ, ശ്രോതാവിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിലായിരിക്കണം. സംക്ഷിപ്തത, സന്ദേശം ചുരുങ്ങിയതും സ്പഷ്ടവുമായിരിക്കണം. സമയബന്ധിതത്വം, സന്ദേശം ഉചിതമായ സമയത്ത് നൽകണം. അനുയോജ്യത, ഉള്ളടക്കം യുക്തിസഹവും സാമൂഹ്യമായ സ്വീകരിക്കാവുന്നതുമായിരിക്കണം. ഫീഡ്ബാക്ക്, സ്വീകർത്താവിൽ നിന്ന് പ്രതികരണം ലഭിച്ചിരിക്കണം. അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഡേറ്റസ് ബാക്ക് 14,000 years. Cave paintings. Smoke signals were used in ancient times. The first telegraph message in 1844, what had the good roads. Eye contact is a common form of non-verbal communication. The brain processes about 120 bytes per second. First mobile call made in 1973 by Martin Cooper. Hello was introduced in 1877 as a phone greeting. During COVID-19, in 2020, Zoom and Google Meet become widely used. ആശയവിനിമയം 40,000 വർഷം പഴക്കമുള്ള ഗുഹാചിത്രങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. പുരാതന കാലത്ത് പുക അടയാളങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ്. ആദ്യ ടെലിഗ്രാഫ് സന്ദേശം 1844 ദൈവം എന്തു ചെയ്തു എന്നുള്ളതായിരുന്നു. കണ്ണിൽ നോക്കി സംസാരിക്കൽ ഏറ്റവും സാധാരണമായ വാക്യേതര ആശയവിനിമയമാണ്. മനുഷ്യ മസ്തിഷ്കം സെക്കൻഡിൽ 120 ബിറ്റുകൾ വരെ പ്രോസസ്സ് ചെയ്യുന്നു. ആദ്യ മൊബൈൽ ഫോൺ കോൾ 1973 മാർട്ടിൻ കൂപ്പർ നടത്തിയതാണ്. ഹലോ എന്നത് 1877 ടെലിഫോണിൻ്റെ അഭിവാദ്യമായി വരവായി. 2020 കോവിഡ് പാൻഡമിക്കിൽ സൂം, ഗൂഗിൾ മീറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അടുത്തത് ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് suitable examples. Communication is the process of transferring knowledge, ideas, and emotions from one person to another. It involves a sender, a message, a medium like speech or writing, a receiver, and sometimes feedback. The word communication comes from the Latin word communicare, which means to share or make common. Experts like Ban and Hawkins define communication as the act of sending and receiving messages to
build mutual understanding. Joseph A. DeVito adds that communication includes signals influenced by external noise and occurs in a specific context, with the chance for feedback. For example, during a conversation, the speaker is the sender, the listener is the receiver, and the spoken words are the channels through which the message is passed. ആശയവിനിമയം എന്നത് അറിവ്, ആശയങ്ങൾ, വികാരങ്ങൾ തുടങ്ങിയ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ്. ഇത് അയച്ചയാൾ, സന്ദേശം, ചാനൽ, ഉദാഹരണം സംസാരിക്കൽ, എഴുതൽ, സ്വീകരിക്കുന്നയാൾ, ഫീഡ്ബാക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന പദം കമ്മ്യൂണിക്കേറ്റ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം പങ്കുവെക്കുക എന്നതാണ്. ബാൻ ഹോക്കിൻസ് എന്നിവർ ആശയവിനിമയത്തെ പരസ്പര ധാരണയ്ക്കായി വേണ്ടി സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നിർവചിക്കുന്നത്. ജോസഫ് എ. ഡെവിറ്റോയുടെ അഭിപ്രായത്തിൽ ആശയവിനിമയം നോയ്സ്, തടസ്സങ്ങൾ, ബാധിച്ചേക്കാവുന്ന സിഗ്നലുകൾ ഉൾക്കൊള്ളുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടക്കുകയും ഫീഡ്ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാവുകയും ചെയ്യുന്നു. ഉദാഹരണമായി, ഒരു സംഭാഷണത്തിൽ സംസാരിക്കുന്നയാളാണ് അയച്ചയാൾ, കേൾക്കുന്നയാളാണ് സ്വീകരിക്കുന്നയാൾ, സംസാരിക്കുന്ന വാക്കുകളാണ് ചാനൽ. The question 2. Describe the major features and communication of communication. Answer. Important features of communication include it is a meaningful and logical process. It is successful only when the receiver understands the message. It usually happens between at least two people. It is a two-way process that includes feedback. It has a goal to inform, persuades or motivates. It is a circular process starting with a message and ending with a response. The main functions of communication are to inform, sharing facts, ideas or knowledge through words or actions; to persuade, convincing someone to do or believe something through effective messages; to motivate, inspiring others to act, improve or perform better through encouragement and clear direction. ഇത് മുമ്പ് നമ്മൾ നോട്ടിൽ പറഞ്ഞതാണ്. ഇതിപ്പോൾ വീണ്ടും ചോദ്യം വരുമ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നതേ ഉള്ളൂ. ആശയവിനിമയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഇത് യുക്തിസഹവും അർത്ഥവത്തുമായ ഒരു പ്രക്രിയയാണ്. സന്ദേശം സ്വീകർത്താവിന് മനസ്സിലാകുമ്പോഴാണ് ആശയവിനിമയം ഫലപ്രദമാകുന്നത്. കുറഞ്ഞത് രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഇത് നടക്കുന്നത്. ഫീഡ്ബാക്ക് ഉൾപ്പെടുന്ന ഒരു ദ്വിമുഖ ടു-വേ പ്രക്രിയയാണ്. ആശയവിനിമയത്തിന് ഒരു ഉദ്ദേശമുണ്ട്: അറിയിക്കൽ, പ്രേരിപ്പിക്കൽ, പ്രചോദനം. അയച്ചയാളിൽ നിന്ന് ആരംഭിച്ച് സ്വീകരിക്കുന്നയാളുടെ പ്രതികരണത്തിൽ അവസാനിക്കുന്ന ഒരു ചാക്രിക പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. പ്രധാന ധർമ്മങ്ങൾ: വിവരങ്ങൾ നൽകുക, വാക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ അറിവ്, വസ്തുതകൾ, ആശയങ്ങൾ പങ്കുവെക്കുക. പ്രേരിപ്പിക്കുക, മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുക. പ്രചോദിപ്പിക്കുക, വ്യക്തികളെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്സാഹം നൽകുക. വ്യക്തവും അംഗീകാരവും നൽകുക. വ്യക്തതയും അംഗീകാരവും നൽകുക. Question 3. What are the principles of effective communication? Explain. Answer. There are 6 key principles of communication. Understanding. The message must be clear so that the receiver understands the sender's intent. Attention. The message should be designed to capture the attention of the receiver. Brevity. The message should be short, simple and complete. Timeliness. Communication should happen at the right time, neither too early nor too late. Appropriateness. The content should be relevant and acceptable to the receiver. Feedback. The process must allow the receiver to respond, completing the communication cycle. These principles help make communication more effective and ensure that the message reaches the audience properly. ഫലപ്രദമായ ആശയവിനിമയത്തിനുള്ള പ്രധാന 6 തത്വങ്ങൾ ഇവയാണ്. മനസ്സിലാക്കൽ. ഒന്ന് മനസ്സിലാക്കൽ. അയച്ചയാളുടെ ഉദ്ദേശം വ്യക്തമായി അറിയിക്കുന്ന സന്ദേശം നൽകണം. ശ്രദ്ധ. സന്ദേശം സ്വീകർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലാകണം. സംക്ഷിപ്തത. സന്ദേശം ചുരുങ്ങിയതും ലളിതവും പൂർണ്ണവുമായിരിക്കണം. 4. സമയബന്ധിതത്വം. സന്ദേശം ശരിയായ സമയത്ത് നൽകണം, വൈകിയോ നേരത്തെയോ ആകരുത്. അനുയോജ്യത. ഉള്ളടക്കം പ്രസക്തിയുള്ളതും സ്വീകരിക്കുന്നതുമുള്ളതായിരിക്കണം.
സ്വീകരിക്കാവുന്നതുമുള്ളതായിരിക്കണം. അനുയോജ്യത ഉള്ളടക്കം പ്രസക്തിയുള്ളതും സ്വീകരിക്കാവുന്നതുമായിരിക്കണം. ഫീഡ്ബാക്ക് സന്ദേശം കിട്ടിയതിനു ശേഷം സ്വീകർത്താവ് പ്രതികരിക്കേണ്ടതാണ്. ഇതാണ് ആശയവിനിമയം പൂർണ്ണമാകുന്നത്. ഈ തത്വങ്ങൾ ആശയവിനിമയം കൂടുതൽ ഫലപ്രദമാക്കാനും സന്ദേശങ്ങൾ ശരിയായ ലക്ഷ്യസമൂഹത്തിൽ എത്തിക്കാനും സഹായിക്കുന്നു. One word answer questions. What is the Latin root word of communication? Communicare. Who emphasized a mutual understanding in communication? Ban. Who explained that the communication is affected by noise and context? David Toe. What is the most commonly used non-verbal communication form? Eye contact. That completes the communication process. Feedback. Who called communication a bridge of meaning? Sir Allen. Which the expert defined communication as exchange of ideas and emotions? Newman. What form of communication uses gestures and posture? Non-verbal. What was the used in ancient times for a long distance communications? Smoke. Which word was introduced as a telephone greeting in 1877? Hello. What made the first mobile phone call? Cooper. What principles help the sender adjust the message based on response? Feedback. What is the required along the sender to complete communication? Receiver. What type of communication happens between the two people with the response? Two-way.